നോക്കിയയുടെ നോക്കിയ X30 എന്നൊരു സ്മാർട്ട് ഫോൺ മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോഞ്ച് ചെയ്ത ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഫോൺ വളരെ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് എന്നൊക്കെയായിരുന്നു. ഇപ്പം ഈ ഫോണിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം ഒറ്റയടിക്ക് 12,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. അതായത് 25% വില കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു നോക്കിയ X30 എന്ന ഫോൺ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ 1.9 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ OIS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 13 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 123 ഡിഗ്രിയാണ്. പിന്നെ ഈ ഒരു ക്യാമറ മോഡ്യൂളിൻ്റെ മുകളിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 4200 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പം ബാറ്ററി കപ്പാസിറ്റി അത്ര മികച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയേ വരുന്നുള്ളൂ. അത് ശ്രദ്ധിക്കണം. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തരക്കേടില്ലാത്ത ഒരു ചാർജിങ് സ്പീഡാണ്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്ര മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 700 nits ആണ്. ഇതൊക്കെ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സാണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു കാര്യം എന്താ വെച്ചാൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. 49,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വലിയൊരു നെഗറ്റീവ് ആയിരുന്നു. ഈവൻ ഇപ്പം കുറഞ്ഞിട്ടുള്ള 37,000 രൂപ പ്രൈസ് റേഞ്ചിലും ഇതൊരു നെഗറ്റീവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ആൻഡ്രോയിഡ് ഫോണുകളിലൊക്കെ നമ്മൾ 120 Hz റിഫ്രഷ് റേറ്റ് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ 90 Hz റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. പക്ഷേ ഫീച്ചേഴ്സിൽ 90 Hz വരുന്നുള്ളൂ. 120 Hz കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈവൻ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലും അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് വരുന്നത് 155 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.99 mm ആണ്. അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് ഈ ഫോണിൽ വരുന്നത്. IP67 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഫോണിൻ്റെ ക്ലൗഡി ബ്ലൂ അതുപോലെ തന്നെ ഐസ് വൈറ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 49,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മോശം പ്രോസസ്സർ ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം വില കുറഞ്ഞിട്ട് 37,000 രൂപ പ്രൈസ് റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. ഈവൻ ആ ഒരു പ്രൈസ് റേഞ്ചിലും ഇത് അത്ര നല്ല പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം 20,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സർ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാം. 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ എന്നും പറയാം. പക്ഷേ ഈ ഫോൺ 37,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറേ ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. പ്രോസസ്സർ ഇപ്പോഴും ശരിക്കും നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യം തന്നെയാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോണിൽ 8 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഫോണിൽ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമാണ് സ്റ്റീരിയോ സ്പീക്കേഴ്സ്. പക്ഷേ അതും ഇതിൽ വരുന്നില്ല. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഫോൺ മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് 49,000 രൂപ പ്രൈസ് റേഞ്ചിലായിരുന്നു. ഇപ്പം 12,000 രൂപ കുറഞ്ഞിട്ട് ഈ ഫോണിൻ്റെ വില 36,999 രൂപയായിട്ടുണ്ട്. ഈവൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഫോണിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. IP67 റേറ്റിംഗ് വരുന്നുണ്ട്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചതല്ല. അതിന് മാത്രം മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നില്ല. ഇപ്പോൾ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുമില്ല. സിംഗിൾ സ്പീക്കറേ ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം ശരിയാണ്. ഈ ഫോണിന് ഇപ്പം വില 12,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഈവൻ ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഇത് അത്ര വെർത്തായിട്ടുള്ള ഒരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.